മിയ. അല്ലേ വേണ്ട, ഉറങ്ങട്ടെ. നല്ല വേദന ഉണ്ടാവും. ഇത്രയും ദിവസം ഇഷ്ടമാന്ന് പറഞ്ഞ് പുറകെ വന്നിട്ട് പെട്ടെന്ന് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കോടി. ജെയിംസേ, നീ എന്തേലും ചെയ്തോടാ കൊച്ചിന്? നീ എന്തിനാ അതിന് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നേ? എന്താ അമ്മ രാവിലെ തന്നെ? എന്താ പ്രശ്നം? നീ എന്തിനാ ആ കൊച്ചിന് ഇങ്ങനെ വഴക്ക് പറയുന്നേന്നാ ഞാൻ ചോദിക്കണേ. എന്തിനാന്ന്? ചുമ്മാ അതിനെ കിടന്ന് ഇങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. എന്തിൻ്റെ ആവശ്യം അത് നിനക്ക്? എന്താ അമ്മയുടെ ഒരു പ്രശ്നം? ഈസ, ഇവൻക്ക് ഈടായിട്ട് കുറച്ച് കൂടുന്നില്ലേ? ഓ, തുടങ്ങിയോ ഇവള്? നിനക്ക് അവനെ ശരിയാക്കുന്ന ടൈമിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നൂടെ? എനിക്ക് നല്ല വിശപ്പെട്ടു. നീ ഇങ്ങ് വന്നേ. ഞാൻ കഴിക്കാൻ എടുത്തേക്കാം. വാടാ. ഏട്ടാ, മിയ എന്തേ? അവള് ഉറങ്ങാം. അമൽ ബേബിക്ക് എന്നെ ഇഷ്ടമൊന്നുമല്ല. അമൽ ബേബി ചുമ്മാ പറയാം. ചുമ്മാ തന്നെ പറയാം. അമൽ ബേബിക്ക് എന്നെ ഇഷ്ടമല്ല. അമൽ ബേബി പണ്ടത്തെ പോലെ തന്നെ ചെയ്തതാ എന്നോട്. ഇന്നലെ നോക്കിക്കോ, ഞാൻ അമൽ ബേബിനോട് മിണ്ടില്ല, മൈൻഡ് പോലും ചെയ്യില്ല. നോക്കിക്കോ. വേദനിക്കുന്നു. ഇവിടെ തന്നെ ഉണ്ടായിനോ? എങ്ങനെ അങ്ങോട്ട് പോവാം? ഇവളെന്തായി ചെയ്യുന്ന? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങളിലൊക്കെ മിയ ജെയിംസിനെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്തു. ആദ്യമൊക്കെ ജെയിംസിന് അത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അത് മനസ്സിലായി. ജെയിംസ് മിയയോട് സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ മിയ മുഖം തിരിച്ചു കളയും. ഇപ്പൊ മിയ നമ്മുടെ ഇസയുടെ റൂമിലാണ് കിടന്നുറങ്ങാറ്. അങ്ങനെയല്ല ഈസ, ഇങ്ങനെ ചെയ്യ്, നിനക്കറിയില്ലേ? എനിക്ക് പറ്റുന്നില്ല മിയ, സത്യമായിട്ടും. എന്തിനാ മിയ നീ എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യണ? എനിക്കത് ഇന്നറിഞ്ഞേ പറ്റൂ. പെട്ടെന്ന് വാ മിയ, എനിക്ക് നാളെ ക്ലാസ് ഉള്ളതാ. വേഗം കിടന്നുറങ്ങണം. ശരി. മിയ, ഒന്നവിടെ നിന്ന്. എന്താ ഏട്ടാ? നീ പോയിക്കോ ഈസ, എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോവാ. ഇവിടെ വിട്ടു.